بسم الله الرحمن الرحيم ثم جعلناك على شريعة من الأمر فاتبعها ولا تتبع أهواء الذين لا يعلمون إنهم لن يغنوا عنك من الله شيئا وإن الظالمين بعضهم أولياء بعض والله ولي المتقين هذا بصائر للناس وهدى ورحمة لقوم يوقنون ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറ്റവും പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിലെ 45-ാം അധ്യായം സൂറത്തുൽ ജാസിയയുടെ പഠനം നാം തുടരുകയാണ്. 18, 19, 20 ആയത്തുകളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. 18-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, സുമ്മ പിന്നീട്, ജഅൽനാക നാം താങ്കളെ നിശ്ചയിച്ചിരിക്കുന്നു, അല ശരീഅത്തി മിനൽ അംറ് മതകാര്യങ്ങളെ സംബന്ധിച്ച വ്യക്തമായ തെളിഞ്ഞ നിയമ വ്യവസ്ഥയിൽ, ഫത്തബിഅഹ ആ നിയമവ്യവസ്ഥയെ താങ്കൾ പിൻപറ്റുക, വലാ തത്തബിഅ താങ്കൾ പിൻപറ്റാൻ പാടില്ല, അഹ്വാ ഇച്ഛകളെ, അല്ലദീന ലാ യഅലമൂൻ അറിവില്ലാത്തവരുടെ. 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇന്നഹും നിശ്ചയം അവർ, ലൻ യുഗ്നു അൻക താങ്കൾക്ക് ഒരു പ്രയോജനവും ചെയ്യില്ല, മിനല്ലാഹി അള്ളാഹുവിൽ നിന്ന്, ഷൈആ ഒട്ടും തന്നെയും, വഇന്നല്ലാലിമീന നിശ്ചയമായും അക്രമികൾ, ബഅ്ളുഹും അവരിൽ ചിലർ, ഔലിയാ ആത്മമിത്രങ്ങളാണ്, രക്ഷകരാണ്, ബഅ്ളിൻ മറ്റു ചിലരുടെ, വല്ലാഹു അല്ലാഹു ആകട്ടെ, വലിയുൽ മുത്തഖീൻ ദൈവ ഭക്തന്മാരുടെ രക്ഷകനാണ്. 20-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു പറയുന്നത്, ഹാദ ഇതാണ്, ബസാഇർ ഉൾക്കാഴ്ച, ലിന്നാസ് ജനങ്ങൾക്ക്, വഹുദൻ സന്മാർഗവും, വറഹ്മത്തുൻ കാരുണ്യവും, ലി ഖൗമിൻ ജനതക്ക്, യൂഖിനൂൻ ദൃഢബോധ്യമുള്ള. സത്യദീനിൻ്റെ പതാക ഇസ്രയേലരെ ഏൽപ്പിക്കുകയും അവരതിൽ വലിയ വീഴ്ച വരുത്തുകയും തമ്മിലടിച്ച് ദീനിനെ ഒഴിവാക്കുകയും ചെയ്തതിനെക്കുറിച്ചാണല്ലോ സൂചിപ്പിച്ചത്. ഏതൊരു ദൈവിക വ്യവസ്ഥയെ, ശരീഅത്തിനെ, രാജപാതയെ ആണോ ഇസ്രയേലിയർ ഒഴിവാക്കിയത്, അതേ പാത, ശരീഅത്ത്, റസൂലെ താങ്കൾക്ക് നാം തന്നിരിക്കുന്നു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. എല്ലാ പ്രവാചകന്മാരുടെയും അടിസ്ഥാന സന്ദേശം ഒന്നു തന്നെയായിരുന്നു. എന്നാൽ അതിൻ്റെ പ്രയോഗത്തിൽ അഥവാ ബയ്യിനാത്തിൽ, ശരീഅത്തിൽ അഥവാ നിയമവ്യവസ്ഥയിൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം വിശദാംശങ്ങളും മാറ്റങ്ങളും അതത് സമൂഹത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് പ്രവാചകന്മാർ നൽകുകയാണ് ചെയ്തത്. ജൂതന്മാർക്ക് ഉള്ള നിയമവ്യവസ്ഥയല്ല നസാറാക്കൾക്ക് ഉള്ളത്, അതല്ല മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുള്ളത്. ഇവിടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ശരീഅത്തിനെ പിൻപറ്റാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത്. മുശ്രിക്കുകൾ ഇതുവരെ തുടർന്നിരുന്ന എല്ലാ അബദ്ധവിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കർമ്മങ്ങളെയും ഒഴിവാക്കി സത്യത്തിൻ്റെ പാതയിൽ, അള്ളാഹുവിൻ്റെ രാജപാതയിൽ, ശരീഅത്തിൽ വരണം. ഫത്തബിഉ അതിനെ പിൻപറ്റണമെന്നാണ് ഖുർആൻ കൽപ്പിക്കുന്നത്. ഈ ശരീഅത്തിനെ പിൻപറ്റുക എന്നത് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒന്നല്ല, നിർബന്ധമായും വേണ്ടതാണ്. വിവരമില്ലാത്ത, തിരിച്ചറിവില്ലാത്ത ആളുകളുടെ വഴിയെ പിന്തുടരരുത് എന്നും അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്. അവരുടെ താല്പര്യങ്ങളെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ പിൻപറ്റിയാൽ
അള്ളാഹുവിൻ്റെ പ്രവാചകൻ വിജയിക്കുകയില്ല. അതിനാൽ അവരുടെ താല്പര്യങ്ങളെ പിൻപറ്റുന്നത് ശക്തമായി വിലക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ശരീഅത്തിനെയാണ് പിൻപറ്റേണ്ടത്. ഈ അറിവില്ലാത്ത ജനത്തിൻ്റെ പിറകെ താങ്കൾ കൂടരുത് എന്ന് പ്രവാചകനോട് ഖുർആൻ വിലക്കിയിരിക്കുന്നു. അങ്ങനെ അവരുടെ കൂടെ കൂടിയാൽ അള്ളാഹുവിൻ്റെ കോപത്തിനിരയാകും, അള്ളാഹുവിൻ്റെ ശിക്ഷ പിടികൂടുകയും ചെയ്യും. ഇന്നഹും ലൻ യുഗ്നു അൻക മിനല്ലാഹി ശൈആ വഇന്നല്ലാലിമീന ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ വല്ലാഹു വലിയുൽ മുത്തഖീൻ. കാരണം അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു ഉപകാരവും അവർക്ക് ചെയ്യാൻ താങ്കളുടെ വിഷയത്തിൽ കഴിയില്ല. താങ്കൾക്ക് ഒട്ടുമേ അവർ ഉപകരിക്കില്ല. അക്രമികൾ ചിലർ പരസ്പരം സഹായികളാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടുത്ത് താങ്കളെ സഹായിക്കാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു വലിയുൽ മുത്തഖീൻ, മുത്തഖികളുടെ വലിയ രക്ഷാധികാരി അള്ളാഹുവാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കാൻ ഈ മുശ്രിക്കുകൾക്കോ വേദക്കാർക്കോ കഴിയില്ലെന്നല്ല, ലോകത്താർക്കും അള്ളാഹുവിനെതിരായി റസൂലെ താങ്കളെ സഹായിക്കാൻ കഴിയില്ല. ദൈവധിക്കാരികൾ പരലോകത്ത് ആരെയും സഹായിക്കുകയില്ല. അവർക്ക് അവരെ തന്നെയും സഹായിക്കാൻ കഴിയില്ല. പക്ഷേ ഇഹലോകത്ത് തിന്മയുടെ വഴിയിൽ ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ, പരസ്പരം സഹകാരികളാണ്, സംരക്ഷകരാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ പ്രവാചകൻ അവരുടെ സഹായം വേണ്ട, അവരുടെ സംരക്ഷണം വേണ്ട. അള്ളാഹു എല്ലാ മുത്തഖികളെയും ഭക്തരെയും സംരക്ഷിക്കുന്നവനാണ്, സഹായിക്കുന്നവനാണ്. ദൈവഭക്തരിൽ ഒന്നാമനാണ് റസൂൽ, ശ്രേഷ്ഠരിൽ അതിശ്രേഷ്ഠനാണ് റസൂൽ. അതുകൊണ്ട് അള്ളാഹു മറ്റാരെക്കാളും അള്ളാഹുവിൻ്റെ പ്രവാചകനെ സംരക്ഷിക്കും. കാരണം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ മാത്രം പിന്തുടരുന്ന, അള്ളാഹുവിൻ്റെ ശരീഅത്തിനെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്ന മഹാനാണ് പ്രവാചകൻ. 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് ഹാദാ ബസാഇറു ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള ഉൾക്കാഴ്ചയാണ് എന്നാണ്. വഹുദൻ, ഇത് സന്മാർഗവും, റഹ്മത്ത്, കാരുണ്യവുമാണ് എന്നാണ്. അത് കാരുണ്യമാകുന്നത്, സന്മാർഗമാകുന്നത് ലിഖൗമി യൂഖിനൂൻ, ദൃഢബോധ്യമുള്ള ജനതക്കാണ് എന്നുകൂടി പറഞ്ഞു വെച്ചിരിക്കുന്നു. ബസീറത്ത് എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ബസായിർ. ബുദ്ധി ഉപയോഗിച്ച് ഒന്നിൻ്റെ ആന്തരിക യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കലാണ് ഉൾക്കാഴ്ച. ഇതാണ് ബസീറത്ത്. ഖുർആൻ മനുഷ്യർക്ക് ഉൾക്കാഴ്ചയാണ്, മനുഷ്യർക്ക് ഉൾക്കാഴ്ച നൽകുന്ന ഗ്രന്ഥമാണ്. ബുദ്ധിപൂർവം അത് വായിച്ചാൽ യഥാർത്ഥ അറിവിലേക്ക് ഖുർആൻ മനുഷ്യരെ വഴിനയിക്കും. അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതനിലും ദൃഢമായി വിശ്വസിക്കുന്നവർക്ക് ഖുർആനിൽ നിന്നും മറ്റു 2 ഗുണങ്ങൾ കൂടി ലഭിക്കും. അതിലൊന്ന്, ജീവിതത്തിൻ്റെ ശരിയായ പാതയിൽ സഞ്ചരിക്കാനുള്ള വെളിച്ചം അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ നിന്നും ലഭിക്കും എന്നതാണ്. രണ്ടാമത്തേത്, ആ വെളിച്ചത്തിലൂടെ സഞ്ചരിച്ചാൽ അത് മുഖേന ഇഹലോകത്ത് സമാധാനവും പരലോകത്ത് ജീവിത വിജയവും നിത്യസമാധാനവും ലഭിക്കും. ഖുർആൻ ബസായിറാണ് എന്ന് പറഞ്ഞ ശേഷം ഹുദയാണ്, റഹ്മത്താണ് എന്നും പറഞ്ഞിരിക്കുന്നു. സന്മാർഗം എന്നതാണ് ഹുദ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ സന്മാർഗത്തെ പിൻപറ്റിയാൽ പരലോകത്ത് ലഭിക്കുന്ന വിജയമാണ്, നരകത്തിൽ നിന്നുള്ള രക്ഷയാണ്, സ്വർഗത്തിലേക്കുള്ള പ്രവേശനമാണ് റഹ്മത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനാൽ എത്ര റിസ്ക് എടുത്തും അള്ളാഹുവിൻ്റെ ഹുദയെ, റഹ്മത്തിനെ പിന്തുടരണം. ഈ വേദഗ്രന്ഥത്തോടുള്ള ബന്ധം നിലനിർത്തണം. അല്ലെങ്കിൽ ഹൃദയം തുരുമ്പ് പിടിക്കും, ഹൃദയത്തിൻ്റെ സജീവത ഇല്ലാതാകും. കുടുംബ വ്യവസ്ഥ, സാമൂഹിക വ്യവസ്ഥ, സാമ്പത്തിക വ്യവസ്ഥ, രാഷ്ട്രവ്യവസ്ഥ എന്ന് തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും ഖുർആൻ കൃത്യമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. ഭൗതിക പ്രസ്ഥാനങ്ങളുടെയും പ്രത്യയശാസ്ത്രങ്ങളുടെയും പരാജയം അവ മനുഷ്യന് ബസീറത്ത്, ബസായിർ നൽകിയില്ല എന്നതാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആൻ്റെ എക്കാലത്തെയും പ്രസക്തി. കടുത്ത അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, ശിഥിലമായ കുടുംബഘടനയിൽ നിന്ന്, രോഗാതുരമായ ഭൗതികതയും നാഗരികതയും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് മോചനം നേടാൻ ഖുർആൻ കൊണ്ട് സാധ്യമാകും, ഖുർആൻ കൊണ്ടേ സാധ്യമാകൂ. ലോകത്തെ മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണിത്. ഏറ്റവും അധികം പാരായണം ചെയ്യപ്പെടുന്ന ഗ്രന്ഥമാണിത്. ഏറ്റവും അധികം ആളുകൾ ഹൃദിസ്ഥമാക്കിയ, കാണാതെ പഠിച്ച ഗ്രന്ഥമാണിത്. ലോകത്തെ എക്കാലത്തും സ്വാധീനിച്ച ഗ്രന്ഥമാണിത്. ജനകോടികളുടെ ജീവിതത്തെ മാറ്റിയെടുത്ത ഗ്രന്ഥമാണിത്. നിലവിൽ ലോകത്തുള്ള ഏക ദൈവിക ഗ്രന്ഥവും ഖുർആനാണ്. ലക്ഷ്യബോധമില്ലാതെ ഇരുട്ടിലലയുന്നവർക്ക് വെളിച്ചമാണ് ഖുർആൻ.
മനുഷ്യ ജീവിതത്തെ അപഭ്രംശങ്ങളിൽ നിന്ന് മോചിപ്പിക്കുന്ന രാജപാതയാണ് ഖുർആൻ. തെറ്റായ മനോഭാവങ്ങളും മനോദുഃഖങ്ങളും ഉളവാക്കുന്ന ഹൃദയരോഗങ്ങൾക്കുള്ള ചികിത്സയാണ് ഖുർആൻ. അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കാനുള്ള വഴിയാണ് വിശുദ്ധ ഖുർആൻ. യുക്തിഭദ്രമായ സാർവകാലിക സത്യങ്ങളുടെ ശേഖരവും ഖുർആനാണ്. മനുഷ്യനാണ് ഖുർആനിൻ്റെ കേന്ദ്ര വിഷയം. മനുഷ്യൻ്റെ മോചനമാണ് ഖുർആനിൻ്റെ പ്രതിപാദ്യം. ഖുർആൻ പറഞ്ഞ നന്മ എക്കാലത്തും നന്മയാണ്. ഖുർആൻ പറഞ്ഞ തിന്മ എക്കാലത്തും തിന്മയാണ്. അഗതിയും അനാഥനും അശരണനും നിശബ്ദനാക്കപ്പെട്ടവനും അരികുവൽക്കരിക്കപ്പെട്ടവനും ആലംബഹീനനും എല്ലാം ഖുർആൻ്റെ വിഷയമാണ്. നീതിയാണ് വിശുദ്ധ ഖുർആൻ്റെ അടിത്തറ. ഭക്തിയാണ് ഖുർആൻ്റെ സത്ത. സമത്വമാണ് ഖുർആൻ്റെ ശക്തി. വന്ധ്യമായ ഊഷരമായ മരുഭൂമിയുടെ മക്കളെ, സംസ്കാരമെന്ന വാക്ക് പോലും പരിചയമില്ലാത്തവരെ, ലോകത്തേത് സംസ്കാരത്തെയും വെല്ലുന്ന നവസംസ്കാരത്തിൻ്റെ വാഹകരാക്കി മാറ്റിയ ഗ്രന്ഥം. ഗോത്രമഹിമയിൽ തമ്മിൽ തല്ലിയിരുന്ന ഒരു ജനതയെ ഏകദൈവത്തിൻ്റെ ഏകമനസ്സുള്ള അടിമകളാക്കിയ ഗ്രന്ഥം. ഭൂതപ്രേതാദികളെയും നാട്ടുപ്രമാണികളെയും അക്രമികളെയും വഴിക്കൊള്ളക്കാരെയും ഭയന്ന് ചൂളിയിരുന്ന ഒരു വിഭാഗത്തെ സാമ്രാജ്യങ്ങളെ പ്രകമ്പനം കൊള്ളിക്കുന്ന ജേതാക്കളും നേതാക്കളുമാക്കി മാറ്റിയ ഗ്രന്ഥം. ചിട്ടയും ചട്ടങ്ങളും ഇല്ലാതിരുന്ന അറബ് ജീവിതത്തിന് യുഗാന്തരങ്ങൾക്കിപ്പുറവും ശബളിമ നഷ്ടപ്പെടാത്ത നിയമവ്യവസ്ഥ നൽകിയ ഗ്രന്ഥം. മദ്യപാനം ജീവിതത്തിൻ്റെ ഭാഗമാക്കിയവരെ മദ്യവീപ്പ തച്ചുടക്കുന്നവരാക്കി പരിവർത്തിപ്പിച്ച ഗ്രന്ഥം. സ്വാർത്ഥത മുഖമുദ്രയാക്കിയവരെ മരണനേരത്ത് കിട്ടിയ ദാഹജലം പോലും പങ്കുവെക്കും വിധം പരക്ഷേമ തൽപരരാക്കി അത്ഭുതകരമായി മാറ്റിയെടുത്ത ഗ്രന്ഥം. വ്യഭിചാരത്തെ ആവശ്യവും ആവേശവുമായി കരുതി അതിൽ അഭിമാനിച്ചിരുന്നവരെ ദുർബല നിമിഷത്തിൽ പരമരഹസ്യമായി സംഭവിച്ച തെറ്റുപോലും ഏറ്റുപറഞ്ഞ് പരസ്യ ശിക്ഷ ഏറ്റുവാങ്ങി സ്വയം ശുദ്ധീകരിക്കുന്ന ധാർമ്മിക വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ച ഗ്രന്ഥം. ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് ജീവനോടെ കുഴിച്ചുമൂടപ്പെട്ട സ്ത്രീ സമൂഹത്തെ ഉയരങ്ങളിലേക്ക് എത്തിച്ച ഗ്രന്ഥം. അതാണ് ഈ ഗ്രന്ഥം, അതാണ് ഈ ബസായിർ, അതാണ് ഈ ഉൾക്കാഴ്ച. ഇவ்விധമെല്ലാം ജനങ്ങളെ സ്വാധീനിച്ച ഈ ഗ്രന്ഥം ലോകത്ത് എക്കാലത്തും ഏത് മനുഷ്യരെയും സ്വാധീനിക്കും. അതിന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഹുദയെ സമീപിക്കണം, അതിലേക്ക് അടുക്കണം, അതിനെ ആത്മാർത്ഥമായി സമീപിക്കണം, അതിൽ ദൃഢമായി വിശ്വസിക്കണം. അവർക്ക് ഇങ്ങനെയെല്ലാം ഖുർആൻ ഉപകാരപ്പെടും. ചരിത്രത്തിൽ ഏതെല്ലാം കാലത്ത് എങ്ങനെയെല്ലാം ഖുർആൻ ഉപകാരപ്പെട്ടോ അങ്ങനെയെല്ലാം എക്കാലത്തും ഉപകാരപ്പെടും. വിശുദ്ധ ഖുർആൻ്റെ ഏറ്റവും നല്ല അനുയായികളായി നാം മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ.